ഹായ് ഓൾ, എല്ലാവർക്കും ഇംഗ്ലീഷ് ഗ്രാമറിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാസീവ് വോയിസ് ആണ്. പാസീവ് വോയിസസിന്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏരിയ ആണ് ഇന്ന് കവർ ചെയ്യുന്നത്. ഇത് പാസീവ് വോയിസ് സീരീസിലെ അവസാനത്തെ അധ്യായമാണ്. ആദ്യത്തെ അധ്യായങ്ങളുടെ പാസീവ് വോയിസസിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു വന്നു. ഇന്ന് ഏറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ മത്സര പരീക്ഷകളിൽ, പ്രത്യേകിച്ച് PSC പരീക്ഷകളിലൊക്കെ ചില സമയങ്ങളിലൊക്കെ ചോദിച്ചേക്കാൻ സാധ്യതയുള്ള ഏരിയാസ് ആണ്. 95% ചോദ്യങ്ങൾ വരുന്ന ഭാഗങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏരിയ ആണ്. ഈ ഭാഗത്തോടു കൂടി പാസീവ് വോയിസസിൻ്റെ എല്ലാ ഭാഗങ്ങളും തീരുകയാണ്. അപ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട 3 പോയിന്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം പാസീവ് വോയിസ് വിത്ത് 2 ഒബ്ജക്ട്സ്. ഇതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. പാസീവ് വോയിസസ് വിത്ത് 2 ഒബ്ജക്ട്സ്. ചില സമയങ്ങളിൽ ചില സെൻറ്റൻസുകളിൽ 2 ഒബ്ജക്റ്റുകൾ വരും. അങ്ങനെ 2 ഒബ്ജക്റ്റുകൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ പാസീവ് വോയിസ് എഴുതുക എന്നുള്ളത് സാധാരണ എല്ലാവരിലുള്ള സംശയമാണ്. ജോൺ ഗേവ് എ ബുക്ക് ടു രാജു. ഈ ഒരു സെൻറ്റൻസിൻ്റെ പാസീവ് വോയിസ് എങ്ങനെയാണ് എഴുതുക? നമുക്കറിയാം, സാധാരണ പാസീവ് വോയിസ് എഴുതുമ്പോൾ സബ്ജക്റ്റും ഒബ്ജക്റ്റും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ജോൺ ഗേവ് എ ബുക്ക് ടു രാജു. ഓക്കെ, അപ്പോൾ ഇതിൽ സബ്ജക്റ്റ് ജോൺ ആണ്, രാജു ഒബ്ജക്റ്റാണ്, ബുക്കും ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ പാസീവ് വോയിസസിന്റെ ബേസിക് റൂൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ബേസിക് റൂൾ പഠിച്ചിട്ടുള്ളത് സബ്ജക്റ്റും ഒബ്ജക്റ്റും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 ഒബ്ജക്റ്റുകളിൽ ഏത് ഒബ്ജക്റ്റ് എടുത്തിട്ട് പാസീവ് എഴുതും എന്നുള്ളതാണ് പലരെ സംബന്ധിച്ചും ഉള്ള സംശയം. ചില ആളുകൾ ഇതിനകത്തുള്ള ബുക്കിനെ എടുത്ത് സബ്ജക്റ്റ് ആക്കും, ചിലർ രാജു എടുത്ത് സബ്ജക്റ്റ് ആക്കും. അപ്പോൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോൾ താഴെ ഓപ്ഷനിൽ എ ബുക്ക് വെച്ചുകൊണ്ട് തുടങ്ങിയ സെൻറ്റൻസ് ഉണ്ടാവാം, ചിലപ്പോൾ രാജു വെച്ചിട്ട് തുടങ്ങിയ സെൻറ്റൻസുകൾ ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ വരാം, ഇതിലിപ്പോൾ ഏതാ ശരി എന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം ഇത്തരം സെൻറ്റൻസുകൾ എങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് മാറ്റുക. ഞാൻ ആദ്യം രാജുവിനെ പുറത്തെടുക്കുകയാണ്, രാജുവിനെ വെച്ചുകൊണ്ട് എഴുതുകയാണ്. രാജു അല്ലേ, രാജു വാസ് ഗിവൺ എ ബുക്ക് ബൈ ജോൺ. അപ്പോൾ ഈ എ ബുക്ക് എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ ഇടയിൽ വെച്ചിട്ട് എഴുതിയിരിക്കുകയാണ് രാജു വാസ് ഗിവൺ എ ബുക്ക് ബൈ ജോൺ. എ ബുക്ക് എന്ന് പറയുന്നത് ഇവിടെ ബാക്കിയുള്ള ഭാഗമാണ്. നമുക്ക് ശരിക്കും ജോൺ ഗേവ് എ ബുക്ക് ടു രാജു. രാജു ഒബ്ജക്റ്റ് ആണെങ്കിൽ ജോൺ സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊരു സാധനം വന്നിരിക്കുകയാണ് എ ബുക്ക്. ഇതുപോലെ എന്ത് അഡീഷൻ സംഗതി വന്നാലും നമ്മളത് ബൈ ഏജന്റിന്റെ മുമ്പിലാണ് അത് വെച്ച് ക്ലോസ് ചെയ്യേണ്ടത് സാധാരണ രീതിയിൽ. ബൈ ഏജ് ജോൺ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, എ ബുക്ക് എന്ന് പറയാൻ പറ്റില്ല. അതിന് മുമ്പ് ബൈ ഏജന്റ് എപ്പോഴും അവസാനമാണ് വരിക സാധാരണ രീതിയിൽ. ഓക്കെ, അപ്പോൾ രാജു വാസ് ഗിവൺ എ ബുക്ക് ബൈ ജോൺ. എന്നാൽ ചില ആൾക്കാർ ഇതിൻ്റെ പാസീവ് വോയിസ് ഇങ്ങനെയല്ല ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടാവുക. ഇങ്ങനെയായിരിക്കും, എ ബുക്ക്, ഇതും ഒബ്ജക്റ്റ് ആണല്ലോ, അങ്ങനെയെങ്കിൽ എ ബുക്ക് നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് എടുത്തൂടെ. എ ബുക്ക് വാസ് ഗിവൺ ടു രാജു ബൈ ജോൺ. അപ്പോൾ ടു രാജു ദാ ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ബൈ ജോണിൻ്റെ മുമ്പിൽ. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് രണ്ടും ശരിയാണ്. അതായത് 2 ഒബ്ജക്റ്റുകളുള്ള സെൻറ്റൻസുകളുടെ പാസീവ് വോയിസ് എഴുതുമ്പോൾ അതിന് 2 പാസീവ് വോയിസ് ഉണ്ടാവും. 2 ഒബ്ജക്റ്റിനെ വെച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള 2-ൽ ഏതിനെ വെച്ചുകൊണ്ട് ഏതിന് പ്രാധാന്യം കൊടുത്ത് നമുക്ക് പാസീവ് വോയിസ് എഴുതാൻ സാധിക്കും. അപ്പോൾ ഓപ്ഷനിൽ ഇതിൽ ഏത് വന്നാലും ശരിയാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ചില ആൾക്കാർ ചിലപ്പോൾ ചിന്തിച്ച് വെച്ചിട്ടുണ്ടാവും ആദ്യത്തെ ഒബ്ജക്റ്റ് എടുക്കണം എന്നായിരിക്കും, ചിലർ വിചാരിക്കും അവസാനത്തെ ഒബ്ജക്റ്റ്. 2 എടുത്താലും ശരിയാണ്. അപ്പോൾ യുക്തിപൂർവ്വം ഓപ്ഷനിൽ വരുന്ന സെൻറ്റൻസുകൾ ആൻസർ അല്ലെങ്കിൽ ഓപ്ഷൻസ് നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. ഐ ലെൻഡ് എ പെൻസിൽ ടു ഗ്രീഷ്മ. ഞാൻ ഗ്രീഷ്മയ്ക്ക് ഒരു പെൻസിൽ കടം കൊടുത്തു. ഇവിടെ ഐ ലെൻഡ് എ പെൻസിൽ ടു ഗ്രീഷ്മ. പെൻസിൽ ഒബ്ജക്റ്റ് ആണല്ലേ, എ പെൻസിൽ ഒബ്ജക്റ്റ് ആണ്, ഗ്രീഷ്മ ഒബ്ജക്റ്റ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യം ഗ്രീഷ്മനെ എടുത്തിട്ട് സബ്ജക്റ്റ് ആക്കി എഴുതിയിട്ട് നമുക്കിതിൻ്റെ പാസീവ് എഴുതാം. നോക്കിയേ, ഗ്രീഷ്മ വാസ് ലെൻഡ് എ പെൻസിൽ ബൈ മീ. അതേസമയം നമുക്ക് പെൻസിൽ എടുത്ത് പറയുകയാണെങ്കിലോ, എ പെൻസിൽ വാസ് ഗിവൺ ടു ഗ്രീഷ്മ ബൈ മീ. രണ്ടും ശരിയാണ്. അപ്പോൾ ഐ ലെൻഡ് എ പെൻസിൽ ടു ഗ്രീഷ്മ എന്നതിന് 2 പാസീവ് വോയിസ് കണ്ടില്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരു എക്സാമ്പിളോട് നോക്കൂ. Vishnu told the truth to her. Vishnu told the truth to her. She was told the truth by Vishnu.
The truth was told by Vishnu. She was told the truth by Vishnu. The truth was told her by Vishnu. അപ്പോൾ ഈ ഒരു ഏരിയ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് സാധാരണ രീതിയിൽ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ഒന്നും വരാറില്ല. വേറെ സാധാരണ രീതിയിൽ ചില ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ഓപ്ഷനിൽ ഇത്തരത്തിലുള്ള സെൻറ്റൻസുകളും വരാറുണ്ട് എന്ന് മാത്രം. അപ്പോൾ ധാരാളം പേര് ചോദിച്ചിട്ടുള്ള സംശയം ആയതുകൊണ്ടാണ് ആ ഒരു ഏരിയ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ കാര്യം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്വാസി പാസീവ് വോയിസസ്. ക്വാസി പാസീവ് വോയിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സെൻറ്റൻസുകൾ അതിൻ്റെ രൂപത്തിൽ ഘടനയിൽ തന്നെ പാസീവ് ആയിരിക്കും, എന്നാൽ പൂർണ്ണമായി പാസീവ് ആയിരിക്കില്ല, പകുതി പാസീവ് ആയിരിക്കും. അത്തരം സെൻറ്റൻസുകൾ പിന്നെ ശരിക്കും വീണ്ടും പാസീവിലേക്ക് മാറ്റേണ്ടതായിട്ട് വരും. അതെങ്ങനെയാണ് ഈ ക്വാസി പാസീവിലുള്ള സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. റോസ് സ്മെൽസ് സ്വീറ്റ്. റോസ് സ്മെൽസ് സ്വീറ്റ് യഥാർത്ഥത്തിൽ ഇത് പാസീവ് വോയിസ് ആണ്, പക്ഷെ ഇത് റിയൽ പാസീവ് വോയിസ് അല്ല, ഇത് കാസി പാസീവ് വോയിസ് ആണ്. കാരണം റോസ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല. സാധാരണ നമ്മൾ ആക്റ്റീവ് സെൻറ്റൻസുകളിലൊക്കെ സബ്ജക്റ്റായി വരുന്ന ആൾക്ക് ഒരു പ്രവൃത്തി ചെയ്യാൻ സാധിക്കുന്ന ആളുകളായിരിക്കും. പക്ഷെ റോസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വസ്തു വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഏതെങ്കിലും മറ്റു നാമങ്ങൾ വരുമ്പോൾ ഇത്തരം സെൻറ്റൻസുകളായിരിക്കും സാധാരണ കാസി പാസീവ് വോയിസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ പാസീവ് വോയിസ് നമ്മളെങ്ങനെ എഴുതും? ഇതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇത്തരം സെൻറ്റൻസുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും റോസ് ഈസ് സ്വീറ്റ്. ഓക്കെ, അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന അഡ്ജക്റ്റീവ് ഏതാണോ ആ അഡ്ജക്റ്റീവിനെ മെയിൻ വെർബിനോടൊപ്പം ചേർത്തിട്ട് നമ്മൾ പറയും റോസ് ഇസ് സ്വീറ്റ്. റോസ് സ്മെൽസ് സ്വീറ്റ്. ഏത് അഡ്ജക്റ്റീവ്? സ്വീറ്റ് ആണ്. അപ്പോൾ റോസ് ഇസ് സ്വീറ്റ് എപ്പോഴാണ്? അതിൻ്റെ വെർബ് എന്താ? സ്മെൽസ് ആണ് അതിനകത്തുള്ളത്. സ്മെല്ല് ചെയ്യുന്ന സമയത്ത് വെൻ ഇറ്റ് സ്മെൽസ്. അപ്പോൾ ശ്രദ്ധിക്കണം, വെൻ ഇറ്റ് അല്ലെങ്കിൽ വെൻ വെച്ചുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം ചേർത്ത് പറയുക. വെന്നിന് കൺജങ്ഷൻ പോലെ ഉപയോഗിച്ചിട്ട് നമ്മൾ പറയും. അപ്പോൾ റോസ് സ്മെൽസ് സ്വീറ്റ്, റോസ് ഇസ് സ്വീറ്റ് വെൻ ഇറ്റ് സ്മെൽസ്. മറ്റൊരു എക്സാമ്പിൾ നോക്കിയേ, ഹണി ടേസ്റ്റ് സ്വീറ്റ്. ഇതൊരു കാസി പാസിയിലുള്ള സെൻറ്റൻസ് ആണ്. ഇതിന് നമ്മൾ നോക്കും, ഹണി ഇസ് സ്വീറ്റ് വെൻ ഇറ്റ് ടേസ്റ്റസ്. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ, ദ പ്രോഡക്റ്റ് ഫീൽസ് ഹാർഡ്. ദ പ്രോഡക്റ്റ് ഫീൽസ് ഹാർഡ്. ഇതിൻ്റെ പാസീവ് എന്തായിരിക്കും? ദ പ്രോഡക്റ്റ് ഫീൽസ് ഹാർഡ്. ഒന്ന് പറഞ്ഞേ. ഇതൊരു കാസി, ദ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഒരു പ്രവൃത്തി ചെയ്യാൻ, ഒരു ആക്ഷൻ ചെയ്യാൻ പറ്റുന്നൊരു സബ്ജക്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു കാസി പാസീവിലുള്ള സെൻറ്റൻസ് ആണ്. ദ പ്രോഡക്റ്റ് ഫീൽസ് ഹാർഡ്. അപ്പോൾ ഇതിനെ നമുക്ക് പറയാൻ സാധിക്കും ദ പ്രോഡക്റ്റ് ഈസ് ഹാർഡ്, അല്ലേ? ഇതിനകത്തുള്ള അഡ്ജക്റ്റീവ് ഹാർഡാണ്. അപ്പോൾ ദ പ്രോഡക്റ്റ് ഈസ് ഹാർഡ് വെൻ ഇറ്റ് ഈസ് ഫെൽറ്റ്. ഓക്കെ, വെൻ ഇറ്റ് ഈസ് ഫെൽറ്റ്. ഓക്കെ, അപ്പോൾ വെൻ ഇറ്റ് ഫീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആവില്ല. ഫീൽസ് വെൻ ഇറ്റ് ഈസ് ഫെൽറ്റ്. കാരണം ഫീൽ എന്ന് പറഞ്ഞാൽ ഈ വെർബ് നമുക്ക് ഈ ടേസ്റ്റസ് പോലെ പറയാൻ സാധിക്കില്ല. അറിയാം, ഇത് സാധാരണ രീതിയിൽ നമ്മൾ ഒരു ആക്ഷൻ വെർബല്ല. ഫീൽ തോന്നുക, കരുതുക, സീംസ് ഒക്കെ പോലെയുള്ള ഇത്തരത്തിലുള്ള വെർബുകൾ ആക്ഷൻ വെർബുകളല്ല. അപ്പോൾ അത്തരത്തിലുള്ള വെർബുകൾ വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഇറ്റ് ഈസ് ഫെൽറ്റ് അതുപോലെ വീണ്ടും ഒരു പാസീവാക്കി പറയേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇപ്പോൾ സ്മെൽസ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സാധാരണയുള്ള വെർബുകൾ ടേസ്റ്റസ് പോലെയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ വെൻ ഇറ്റ് ടേസ്റ്റസ്, വെൻ ഇറ്റ് സ്മെൽസ്, ഇങ്ങനെ സിമ്പിൾ പ്രസൻറ്റിൽ പറഞ്ഞാൽ മതിയാവും. ഇതുപോലെയുള്ള വെർബുകൾ വരികയാണെങ്കിൽ, ആക്ഷൻ വെർബുകൾ അല്ലാത്ത വെർബുകൾ വരികയാണെങ്കിൽ അവിടെയും പാസീവായിട്ട് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ദ പ്രോഡക്റ്റ് ഈസ് ഹാർഡ് വെൻ ഇറ്റ് ഇസ് ഫെൽറ്റ്. ഇതൊന്നും ഒരുപാട് ആഴത്തിൽ നിങ്ങൾ സാധാരണ പരീക്ഷയ്ക്ക് പഠിക്കുന്നവർ പഠിക്കേണ്ടതില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഓക്കെ, ദ ഹൗസ് ഈസ് പെയിൻറ്റിങ്. ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ സെൻറ്റൻസ് കേൾക്കുമ്പോൾ വിചാരിക്കും സാധാരണ രീതിയിൽ ടെൻസൊക്കെ പഠിച്ച ആൾക്കാരാണെങ്കിൽ തെറ്റായ ഒരു സെൻറ്റൻസ് അല്ലേ ഇസ് പ്ലസ് ING ഒക്കെ വരുമ്പോൾ ഇതുപോലെയുള്ള ഹൗസ് എന്ന് പറയുന്ന സെൻറ്റൻസുകൾ ആക്റ്റീവ് വോയിസുകൾ വരുമോ? ആക്റ്റീവ് വോയിസിൽ വരില്ല. ആക്റ്റീവ് വോയിസിലാണ് ഇത് ചിന്തിക്കുന്നതെങ്കിൽ തെറ്റാണ്. ആക്റ്റീവ് വോയിസിൽ പ്രവൃത്തി ചെയ്യുന്ന ഒരു ജീവി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരാളാണെങ്കിൽ മാത്രമേ നമുക്ക് ആക്റ്റീവ് സെൻറ്റൻസുകളിൽ സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ ഒരു മനുഷ്യനോ ഒരു ജീവിയാണെങ്കിൽ ഇവിടെ ഈസ് പെയിൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്റ്റീവാണ്. ഇപ്പോൾ ഹി ഈസ് പെയിൻറ്റിങ് ആക്റ്റീവാണ്. പക്ഷെ ദ ഹൗസ് ഈസ് പെയിൻറ്റിങ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു എന്താ പറയുക, കേൾക്കുന്ന ആൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഇതൊരു കറക്റ്റ് അല്ല എന്ന് തോന്നിയേക്കും. പക്ഷെ ഇത് കറക്റ്റാണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഇത് ആക്റ്റീവ് സെൻറ്റൻസ് അല്ല, ഇത് പാസീവ് വോയിസ് ആണ്. ഇതിനെയും നമ്മൾ എന്ത് വിളിക്കും? ക്വാസി പാസീവ് എന്ന് വിളിക്കും.
ഇത് പൂർണ്ണമായും പാസീവ് അല്ല, പക്ഷേ കാസീവ് പാസീവ് ആണ്. അപ്പോൾ നോക്കൂ, ദ ഹൗസ് ഈസ് ബീങ് പെയിൻറ്റഡ്. ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ വന്നു കഴിഞ്ഞാൽ ബീങ് വെച്ചിട്ട് പറയാം. കാരണം ഈസ് പ്ലസ് ഐ എൻ ജി വന്നിട്ടുണ്ടെങ്കിൽ ഈസ് പ്ലസ് ഐ എൻ ജി ഉപയോഗിച്ചിട്ടുള്ള കാസീവ് പാസീവ്സ് വന്നു കഴിഞ്ഞാൽ ബീങ് വെച്ചുകൊണ്ട് പറയണം. ബീങ് പ്ലസ് V3 പറയണം. ഓക്കെ, ദ കൗസ് ആർ മിൽക്കിംഗ്. ദ കൗസ് ആർ ബീങ് മിൽക്ക്ഡ്. നമുക്കറിയാം പശുക്കൾ ഒരിക്കലും പാല് കറക്കൂല. പശുക്കളുടെ പാല് കറക്കപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ, വേറെ ആരെങ്കിലാണ് കറക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദ കൗസ് ആർ മിൽക്കിംഗ് എന്ന് പറയുന്ന സെൻറ്റൻസ് കേൾക്കുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്. അത് ആക്റ്റീവ് സെൻറ്റൻസ് അല്ല, അത് കാസീവ് പാസീവ് ആണ്. അതിനെ പാസീവ്സിലേക്ക് മാറ്റുമ്പോൾ ദ കൗസ് ആർ ബീങ് മിൽക്ക്ഡ് എന്ന് വരും. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ദ കാർ ഇസ് റണ്ണിങ്. കാർ ഒറ്റയ്ക്ക് ഓടില്ല, കാർ ആരെങ്കിലും ഓടിക്കുന്നതായിരിക്കും. അപ്പോൾ ദ കാർ ഇസ് റണ്ണിങ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആൾ മനസ്സിലായിക്കോണത് പാസീവ് ആണ്. എന്ത് പാസീവ് ആണ്? കാസീവ് പാസീവ് ആണ്. ദ കാർ ഈസ് ബീങ് റൺ. റൺ എന്ന് പറഞ്ഞാൽ റൺ, റാൻ, റൺ അല്ലേ. റൺ എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ V3 റണ്ണാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ കാസീവ് പാസീവ് വോയിസുകളുടെ പാസീവ് വോയിസ് എഴുതുന്നത് ഇങ്ങനെയാണ്. സാധാരണ കേരള PSCയിൽ അങ്ങനെ ഈ ഒരു വിഭാഗത്തിലുള്ള ചോദ്യങ്ങൾ കണ്ടുവന്നിട്ടില്ല. ഇനി ചോദിച്ചേക്കാം. കാരണം SSC, CGL, മറ്റ് റെയിൽവേ പോലെയുള്ള പരീക്ഷകളിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. UPSC നിലവാരത്തിലുള്ള പരീക്ഷകളിലൊക്കെ ഇത്തരത്തിലുള്ള ഈ മേഖലയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് PSC മാറുകയാണ്, ചിലപ്പോൾ ഇവിടെ നിന്നുള്ള ചോദ്യങ്ങൾ വന്നേക്കാം. പാസീവ് വോയിസസ് വിത്ത് ഡിഫറെൻറ്റ് പ്രപ്പോസിഷൻസ്. ഇത് സാധാരണ PSCയിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ വരാറുണ്ട്. ഡിഫറെൻറ്റ് പ്രപ്പോസിഷൻ ഉപയോഗിച്ചിട്ട്. എന്താ ഈ പാസീവ് വോയിസും പ്രപ്പോസിഷനും തമ്മിലുള്ള ബന്ധം? പാസീവ് വോയിസും പ്രപ്പോസിഷനും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അതെന്താ? പാസീവ് വോയിസിലെ പ്രിയപ്പെട്ട പ്രപ്പോസിഷനാണ് ബൈ. ബൈ കണ്ടാൽ തന്നെ അറിയാം എന്താണെന്ന് പാസീവ് വോയിസ് ആണെന്ന്. അപ്പോൾ ഒരു സെൻറ്റൻസ് പാസീവ് വോയിസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യം ബൈ ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് അല്ലേ. സാധാരണ രീതിയിൽ പാസീവ് വോയിസ് പഠിച്ച ആൾക്കാർ ബൈ ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ ബൈ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പാർട്ട് ഓഫ് പാസീവ് വോയിസ്. ഓക്കെ, പാസീവ് വോയിസസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എന്നാലും ബൈ മാത്രമാണോ? അല്ല. ഞാൻ ഈ അധ്യായങ്ങളുടെ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ബൈ മാത്രമല്ല, ബൈ കൂടാതെ വേറെയും ചില പ്രപ്പോസിഷൻസ് പാസീവ് വോയിസിൽ അപൂർവമായി ഉപയോഗിക്കാറുണ്ട്. അതിനെക്കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ദ ന്യൂസ് ഷോക്സ് എവ്രി വൺ. ഈ സെൻറ്റൻസിൻ്റെ പാസീവ് വോയിസ് എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതും? ന്യൂസ് സബ്ജക്റ്റാണ്, എവ്രി വൺ ഒബ്ജക്റ്റാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ എവ്രി വൺ ആദ്യം എടുത്ത് എഴുതും. ദ ന്യൂസ് ഒബ്ജക്റ്റ് ആയിരിക്കും. പക്ഷെ അവിടെ ഒരു കുഴപ്പമുണ്ട്, ഇവിടുത്തെ വെർബ് ഷോക്സ് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുക? എവ്രി വൺ ആദ്യം എഴുതും അല്ലേ. എവ്രി വൺ സബ്ജക്റ്റ് ആക്കി എഴുതി. എവ്രി വൺ സിംഗുലർ ആയതുകൊണ്ട് ഈസ് ഷോക്ക്ഡ് അല്ലേ. എവ്രി വൺ ഈസ് ഷോക്ക്ഡ് ബൈ ദ ന്യൂസ് എന്നെഴുതും. പക്ഷെ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ഇവിടെ ഈ ബൈ ഒരു സ്യൂട്ടബിൾ ആയ വേർഡല്ല. കാരണം ഷോക്ക്ഡ് ബൈ എന്ന് പറയുന്നത് ശരിയാണോ? തെറ്റൊന്നുമില്ല കേട്ടോ. ഈ സെൻറ്റൻസ് തെറ്റല്ല. എവ്രി വൺ ഈസ് ഷോക്ക്ഡ് ബൈ ദ ന്യൂസ് എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷെ ശരിക്കും ശരിയല്ല. കുറച്ചുകൂടെ വൃത്തിയിൽ അത് പറയണമെങ്കിൽ ഇങ്ങനെ പറയണം. ഷോക്കിൻ്റെ കൂടെ അറ്റ് എന്ന് പറയുന്ന പ്രപ്പോസിഷനാണ് പാസീവ് വോയിസിലും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോൾ ഓപ്ഷനിൽ ഷോക്ക്ഡ് ബൈ ഉള്ള ഓപ്ഷനും വരാം, അറ്റുള്ള ഓപ്ഷനും വരാം. രണ്ടും വന്നാൽ നിങ്ങൾ അറ്റുള്ളത് ഉപയോഗിക്കണം. കാരണം ഷോക്ക്ഡിൻ്റെ കൂടെ അറ്റാണ് പാസീവ് വോയിസിൽ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. മറ്റൊരു എക്സാമ്പിൾ നോക്കി. ഐ ഡോണ്ട് നോ യു. എനിക്ക് നിന്നെ അറിയില്ല. ഐ ഡോണ്ട് നോ യു. എന്താ ഇതിൻ്റെ പാസീവ് വോയിസ്? നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ പഠിച്ചത് പ്രകാരം യു അല്ലേ. യു ഡോണ്ട് നോ പ്രസൻ്റ് ആണ്. അപ്പോൾ യു ആർ, യു ആർ ഇൻറ്റ്, നോൺ, യു ആർ ഇൻ നോൺ, V3 അല്ലേ. നോയുടെ V3 ബൈ മീ, ഇങ്ങനെയല്ലേ നമ്മൾ എഴുതുക. പക്ഷെ ഇവിടെ നോൺ വരുമ്പോൾ ബൈ അല്ല അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. യു ആർ ഇൻറ്റ് നോൺ ടു മീ ആണ്. നോൺ ടു മീ ആണ് കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുക? ഇങ്ങനെ ഒരുപാട് വാക്കുകളൊന്നുമില്ല, വളരെ കുറച്ച് വാക്കുകൾ മാത്രമേ ഉള്ളൂ. ഹി അനോയ്ഡ് മീ, ഐ വാസ് അനോയ്ഡ് വിത്ത് ഹിം. എന്നോട് വരുമ്പോൾ വിത്ത് വരുന്നു. ഹിസ് ബിഹേവിയർ അനോയ്ഡ് മീ, ഹിസ് ബിഹേവിയർ അനോയ്ഡ് മീ. പക്ഷെ ഇവിടെ അനോയ്ഡ് അറ്റ് ഹിസ് ബിഹേവിയർ. അതെന്തുകൊണ്ടാണ്? അനോയ്ഡിൻ്റെ കൂടെ അറ്റും ഉപയോഗിക്കാം. അനോയ്ഡ് വിത്ത് സംബഡി, അനോയ്ഡ് അറ്റ് സംതിങ്. അപ്പോൾ അനോയ്ഡിൻ്റെ കൂടെ വിത്തും അറ്റും വരും. അനോയ്ഡ് വിത്ത് സംബഡി, അനോയ്ഡ് അറ്റ് സംതിങ് ആണ് എന്നുള്ളത് കൂടി
ഓർത്തിരിക്കണം. ഡു യു നോ ഹർ? മറ്റൊരു എക്സാമ്പിൾ, ഈസ് ഷി നോൺ ടു യു? നോൺ വന്നപ്പോൾ ടു വന്നിരിക്കുന്നു. ഇതൊക്കെ എങ്ങനെ വരുന്നത് എന്ന് അറിയില്ലെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ എൻ്റെ സീരീസിലെ ഈ പാസീവ് വോയിസിൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഇതിന് തൊട്ട് മുമ്പ് 5 വീഡിയോസ് ഉണ്ട്. അത് മറക്കാതെ കാണണം. കാരണം ബേസ് മുതൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ഏരിയ വരെ, ഇതിപ്പോൾ ഏറ്റവും അവസാനത്തെ അധ്യായമാണ്, ലാസ്റ്റ് ഫിനിഷിംഗ് പോയിന്റിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നതിൽ നിങ്ങൾ ആദ്യത്തെ കാണണം. ഓക്കെ. ദ ഫയർ എൻഗൾഫ്ഡ് ദ ബിൽഡിംഗ്. ഫയർ, തീ ബിൽഡിങ്ങിനെ ആകെ എന്താണ് വിഴുങ്ങി. ദ ബിൽഡിംഗ് ഈസ് എൻഗൾഫ്ഡ് അല്ലേ, ഇവിടെ ഒരു വാസ് മിസ്സിംഗ് ഉണ്ട്. ദ ബിൽഡിംഗ് വാസ് എൻഗൾഫ്ഡ് ഇൻ, നോക്കൂ, ബൈ അല്ല, ഇൻ ദ ഫയർ. അപ്പം ഇവിടെ ചില സ്ഥലത്തൊക്കെ നമ്മൾ അറ്റ് ഉപയോഗിച്ചിരിക്കുന്നു, ചിലയിടങ്ങളിൽ ടു ഉപയോഗിച്ചിരിക്കുന്നു, ചിലയിടങ്ങളിൽ ഇൻ ഉപയോഗിച്ചിരിക്കുന്നു. ഇത് നിങ്ങളൊന്നും പഠിച്ചു വെക്കേണ്ടതുണ്ട്. സാധാരണ രീതിയിൽ ടു ഉപയോഗിക്കുന്ന വെർബുകൾ എന്ന് പറയുന്നത് നോൺ മാരീഡ്, ഡിവോട്ടഡ്, ഒബ്ലൈജ്ഡ്. ഈ പറഞ്ഞ വാക്കുകൾ വന്നാൽ ബൈക്ക് പകരം, ഇൻസ്റ്റെഡ് ഓഫ് ബൈ എന്ന് പറയുന്ന വാക്കിന് പകരം നിങ്ങൾ എന്ത് ഉപയോഗിക്കണം? നോൺ മാരീഡ്, ഡിവോട്ടഡ്, ഒബ്ലൈജ്ഡ് കൂടെ ടു ഉപയോഗിക്കണം. നോൺ ടു, മാരീഡ് ടു, ഡിവോട്ടഡ് ടു, ഒബ്ലൈജ്ഡ് ടു. എന്നാൽ astonished, vexed, surprised, shocked, amazed and annoyed at something, ഓക്കെ, ഇത്തരം കേസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അറ്റ് ഉപയോഗിക്കുന്നു. എന്നാൽ എവിടെയാണ് ഇന്ന് ഉപയോഗിക്കേണ്ടത്? ഇൻട്രസ്റ്റഡ്, എൻഗൾഫ്ഡ്, ഇൻക്ലൂഡഡ്, സോൾഡ്. ഈ സോൾഡൊക്കെ PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സോൾഡ് ഞാൻ ചിലപ്പോൾ നോക്കാം, ഇത് കഴിഞ്ഞിട്ട് പ്രീവിയസ് ഒരു ക്വസ്റ്റൻ ഉണ്ട്, അപ്പോൾ നമുക്ക് മനസ്സിലാവും. സോൾഡ് ഇന്നാണ്. ഒരു കടയിൽ ഒരു വസ്തു വിൽക്കുന്നുണ്ടെങ്കിൽ സോൾഡ് ഇൻ ദ ഷോപ്പാണ്. ഓക്കെ. എംപഡീഡ്, കണ്ടൈൻഡ്. ഇനി നോക്കൂ, annoyed with someone, pleased with, satisfied with, impressed with, filled with. ഒരു എക്സാമ്പിൾ നിങ്ങൾ ഫിൽഡ് വിത്ത് ജാർ എന്ന് പറഞ്ഞിട്ട് ദ ഷുഗർ വാസ് ഫിൽഡ് വിത്ത് ദ ജാർ, അല്ല, ദ ജാർ വാസ് ഫിൽഡ് വിത്ത് ഷുഗർ എന്ന ഒരു എക്സാമ്പിൾ നിങ്ങൾ ഇതിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ നോക്കൂ, വിത്ത് വെച്ചുകൊണ്ട് വരുന്ന വെർബുകളാണ്. ഇതൊന്നും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ച് ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇത് ഓർമ്മ വരും. ഇതൊന്നും ഇങ്ങനെ കുത്തിയിരുന്ന് കാണാതെ പഠിക്കേണ്ട വിഷയങ്ങളല്ല, എങ്കിലും ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ അധ്യായത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ വിഭാഗത്തിൽ നിന്ന് ഒരു 4 ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാം, 4 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഇതിന് ആൻസർ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ പാസീവ് ഫോം ഓഫ് ഡാസ് ഷീ നോ മീ. സിവിൽ എക്സൈസ് ഓഫീസർ 2017 ചോദ്യമാണ്. ഓപ്ഷൻ എ, ഡിഡ് ഐ നോ ഹെർ? Has she known me? Am I known to her? Am I known by her? ഏതാ ശരി ഉത്തരം? പറഞ്ഞോളൂ. സിമ്പിൾ അല്ലേ? നോ കാണുമ്പോൾ അറിയാം, അതിൻ്റെ കൂടെ ടു എന്ന് പറയുന്ന പ്രൊപ്പോസിഷനാണ് വേണ്ടത്. നോൺ ടു. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓക്കെ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഹിസ് ഡാഷ് ടു മീ. സിമ്പിൾ അല്ലേ? ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും, സിമ്പിളായ ക്വസ്റ്റ്യൻസ് ആണ്. 2014 ചോദ്യമാണ്. ന്യൂ, നോ, നോവിങ്, നോൺ. നോ എന്ന് പറഞ്ഞ വാക്കിൻ്റെ V2, നോ, ന്യൂ, V3 നോൺ ആണ്. V3. ഓക്കെ. ഓപ്ഷൻ ഡി ആണ് ശരി. നെക്സ്റ്റ്, തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പാസീവ് ഫോം ഓഫ് ദിസ് ഷോപ്പ് സെൽസ് നോൺ ഫിക്ഷൻ ബുക്സ്? ഏതാ? PSCക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. ഓപ്ഷൻ എ, നോൺ ഫിക്ഷൻ ബുക്സ് ഇസ് സോൾഡ് ഇൻ ദി ഷോപ്പ്. നോൺ ഫിക്ഷൻ ബുക്സ് വാസ് സോൾഡ് ഇൻ ദി ഷോപ്പ്. നോൺ ഫിക്ഷൻ ബുക്സ് ആർ സോൾഡ് ഇൻ ദ ഷോപ്പ്. ഇൻ ദിസ് ഷോപ്പ് നോൺ ഫിക്ഷൻ ബുക്സ് വെർ സോൾഡ്. സിമ്പിൾ ആണ്. ഷോപ്പ് സെൽസ് അല്ലേ? അപ്പോൾ ഈസ് കാമുകാറിൽ ഏതെങ്കിലും വേണം അല്ലേ? നോൺ ഫിക്ഷൻ ബുക്സ് പ്ലൂറൽ ആയതുകൊണ്ട് നോൺ ഫിക്ഷൻ ബുക്സ് ആർ സോൾഡ് ഇൻ, ഓക്കെ, ഷോപ്പ്. ഓപ്ഷൻ ബി, സി ആണ് ശരി ഉത്തരം. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓക്കെ. നാലാമത്തെ ഒരു ക്വസ്റ്റ്യൻ. ഇത്തരം ചോദ്യങ്ങൾ കേരള PSC ചോദിച്ചതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല, പക്ഷെ ചില UPSC പരീക്ഷകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ദ മിൽക്ക് സ്മെൽ സോർ. ദ മിൽക്ക് സ്മെൽ സോർ എന്ന് പറയുന്നത് നമുക്കറിയാം ഇത് ഏത് വിഭാഗത്തിൽപ്പെട്ട സെന്റൻസ്? ക്വാസി പാസീവ് വോയിസിൽപ്പെട്ട
സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ദ മിൽക്ക് ഇസ് സോർ, ദ മിൽക്ക് ഇസ് ബീങ് സോർ, ദ മിൽക്ക് ഹാസ് ബീൻ സോർ, ദ മിൽക്ക് ഇസ് സോർ വെൻ ഇറ്റ് ഇസ് സ്മെൽഡ്. ഒരു സംശയവും വേണ്ട അല്ലേ? ദ മിൽക്ക് ഇസ് സോർ, അഡ്ജക്റ്റീവ് സോർ ആണ്. ദ മിൽക്ക് ഇസ് സോർ വെൻ ഇറ്റ് ഈസ് സ്മെൽഡ്. ഓക്കെ, ക്ലിയർ അല്ലേ? സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. പാസീവ് വോയിസ് പൂർണ്ണമായിട്ടും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സീരീസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു ഇംഗ്ലീഷ് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. സീ യു.